അപ്പോൾ ആ 7 പീരീഡിലിട്ട യൂണിഫോം ഒക്കെ ഊരി മാറ്റി അല്പവസ്ത്രമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്ത് അതിട്ടുകൊണ്ട് ഇവർ തുള്ളുന്നു എന്നാണ് ഈ പണ്ഡിതർ മനസ്സിലാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സൂംബ എന്താണെന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം, അവർ പോയി കണ്ടത് സാമ്പാ നൃത്തമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സാമ്പാ നൃത്തത്തിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വസ്ത്രമൊക്കെ കുറവാണ്. അപ്പോൾ സ്പെല്ലിംഗ് അടിച്ചു കൊടുത്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. സൂംബയും സാമ്പയും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഒന്നുകിൽ സാമ്പയായിരിക്കും, അല്ലെങ്കിൽ ഇവരിനി കണ്ട യൂട്യൂബ് വീഡിയോ ബെല്ലി ഡാൻസിന്റെ ആണോ എന്നും അറിയില്ല. കാരണം അതിലും അല്പവസ്ത്രമാണ്. ഈ സൂംബ ഡാൻസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യായാമ മുറയിൽ ഏർപ്പെട്ടതുകൊണ്ട് ഈ കുട്ടികൾ എല്ലാവരും അങ്ങ് പാഴായി പോകും. ആ ഒരു ചിന്താഗതിയൊക്കെ ഈ പുതിയ കാലത്ത് കാരണം പാഴായി പോകാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് അതിനായി മറ്റു വഴികൾ തേടാവുന്നതേ ഉള്ളൂ. ഈ സ്കൂൾ സമയം എന്ന് പറയുന്ന 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയമല്ല, അത് കഴിഞ്ഞ സമയമുണ്ട്. ഇന്ന് സ്മാർട്ട് ഫോൺ കാലമാണ്. കുട്ടികൾക്ക് എന്തെല്ലാം ആക്സസുകളുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ആ കുട്ടിയുടെ മരണസമയത്ത് അവർ ചാറ്റ് ചെയ്തത്. നമ്മൾ കണ്ടതല്ലേ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണവേളയിൽ കുട്ടികൾ തമ്മിൽ നടന്ന ചാറ്റ്. എത്ര വയസ്സുള്ള കുട്ടികളാണ്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. അവർ തമ്മിൽ സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ചാറ്റാണ്. അതൊന്നും ഈ ആളുകളൊന്നും അറിഞ്ഞില്ലേ? ഈ വിസ്റ്റം ഒന്നും അറിഞ്ഞില്ലേ? അതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല.